ഇന്ന് അലാം അടിച്ചത് അറിയാത്തതുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അതിന്റെ ചെറിയൊരു ശോകത്തിലായിരുന്നു. എന്തായാലും ഒരു 10-11 മണിയൊക്കെ ആയപ്പോ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങി. എന്റെ കണ്ണാട ആ ഒരു ആക്സിഡന്റിന് ശേഷം ചെറിയതായിട്ടൊന്ന് ലൂസ് ഉണ്ട്. എന്നാ പിന്നെ അത് ശരിയാക്കാന്ന് വിചാരിച്ചു. പോണ വഴിക്ക് ഈ വാച്ചും കൂടി ഒന്ന് ശരിയാക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോഴാണ് എന്റെ കസിൻ വിളിച്ചിട്ട് ബാങ്കിലുണ്ട്, ഒന്ന് അവിടേക്ക് വരാൻ പറഞ്ഞു വിളിച്ചത്. ബാങ്കിലൊക്കെ പോയതിനു ശേഷം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുറച്ചു നേരത്തെ റെസ്റ്റ് ഒക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞപ്പോ ഞാനും പപ്പയും കൂടിയിട്ട് എന്റെ വണ്ടി ഒന്ന് ശരിയാക്കാൻ കൊടുക്കാൻ വേണ്ടി പോയി. പോയത് മാത്രം മിസ്സായി, ശരിയാക്കാൻ പറ്റിയില്ല. ഈ മഡ് ഗാർഡ് നമുക്ക് മാറ്റണമെങ്കിൽ ഷോറൂമിൽ തന്നെ കൊടുക്കണം അത്ര. പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മള് ഷോപ്പിൽ പോവാണ്. ഇതാണ് അവിടുത്തെ യൂണിഫോം. പിന്നെ ഞാൻ എന്റെ കണ്ണാടി ഒന്ന് വെച്ച് നോക്കി. ഇപ്പൊ പഴയതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ എത്തി. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേഗം തീർക്കായിരുന്നു കേട്ടോ. ഷോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങളുടെ കഫേയില് ട്രസ്ലെച്ചസ് കേക്കിന്റെ ഇൻട്രൊഡക്ഷന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. നാളെ ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടാട്ടോ, ഒരു രാവിലെ. അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുതേ. ഡ്യൂട്ടി ടൈം ഒക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ വീട്ടിലെത്തി. പപ്പയും മമ്മിയും വീട്ടിലുണ്ടായിരുന്നില്ല. പപ്പയും മമ്മിയും ചാച്ചന്റെ അടുത്ത് പോയിരിക്കായിരുന്നു. ആ സമയത്ത് ഞാൻ വേഗം ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാട്ടോ. വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് എന്റെ ഓംലെറ്റ് ഒന്ന് കരിഞ്ഞു, എന്നാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മമ്മി വന്ന ശേഷം മമ്മിക്ക് ഒരു ബുൾസയും വേണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ബുൾസയും കൂടി സെറ്റ് ആക്കാന്ന് പറഞ്ഞ് വേഗം അത് സെറ്റ് ആക്കി കൊടുത്തു. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ, വേഗം ഫുഡ് കഴിക്കായിരുന്നു. ചോറും സാമ്പാറും പപ്പായയും പിന്നെ ചെറുപയറും അച്ചാറും മുട്ടയും പിന്നെ മമ്മിയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയും കൂട്ടിയിട്ട് ഫുഡൊക്കെ അഴിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.